ഗോവിന്ദൻ മാസ്റ്ററുടെ ഇന്നത്തെ പ്രസ്താവനയോട് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ശബരിമലയിലെ യുവതി പ്രവേശം ഒരു കഴിഞ്ഞ അധ്യായമാണ്. ഇനി ഞങ്ങൾക്ക് അവസരമുണ്ടായാൽ ഞങ്ങൾ വീണ്ടും അത് പ്രവേശനം നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറുണ്ടോ ഗവൺമെൻറ്? ആ അഫിഡവിറ്റാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ടായത് ആ അഫിഡവിറ്റാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് ഞങ്ങളോടൊപ്പമായിരുന്നു. അദ്ദേഹം അതിനെതിരെ ഞങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്ത ആളാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയെങ്കിലും അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തിയതിനെതിരെ നമ്മളോടൊപ്പം നിന്ന് സമരം ചെയ്ത ആളാണ്. അതുകൊണ്ട് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ ആ സ്റ്റാൻഡിലായിരുന്നല്ലോ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വളരെ വ്യക്തമാണ്, ഭക്തജനങ്ങളെ കബളിപ്പിക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണിത്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു സ്റ്റണ്ടാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. UDF ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ ശബരിമലയിൽ വികസനമുണ്ടായത്. ഞാൻ അന്ന് MP ആയിരുന്ന കാലത്താണ് ഞാനും ഫ്രാൻസിസ് ജോർജും രാജഗോപാൽ ഞങ്ങൾ 3 പേരാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അന്നത്തെ സ്പീക്കർ ബാലയോഗി, ലോക്സഭാ സ്പീക്കർ, അന്ന് ഞങ്ങളുടെ കമ്മിറ്റി പരിശോധിച്ച ശേഷം കൊടുത്ത റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് വനഭൂമി അനുവദിച്ചത്. അതേ തുടർന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ വികസന പരിപാടികൾ ശബരിമലയിൽ നടത്താൻ മുൻകൈയെടുത്തത്. ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. ശബരിമലയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? തന്നെയുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ പങ്കെടുക്കുന്നവരൊക്കെ പ്രിവിലേജ്ഡ് ക്ലാസ്സാണ്. അതെന്തൊരു ഏർപ്പാടാണ്? എന്താണ് പ്രിവിലേജ്ഡ് ക്ലാസ്? അയ്യപ്പനെ കാണാൻ വരുന്നതിൽ എന്ത് പ്രിവിലേജാണ്? എല്ലാവരും ഒരുപോലെയാണ്. ഒരു പ്രിവിലേജും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു പ്രിവിലേജ് കാർഡ് ആർക്കും സ്വീകരിക്കാനും പറ്റില്ല. അവിടെ വരുന്നവരെല്ലാവരും ഒരുപോലെയാണ്. അത് വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ധനികനാണെങ്കിലും പാവപ്പെട്ടവനാണ്, എല്ലാവരും ഒരുപോലെയാണ് അവിടെ. അതാണ് അവിടുത്തെ പ്രത്യേകത. ജാതിയും മതവും ഇല്ല അവിടെ. ജാതിയും മതമൊന്നുമില്ല, ആർക്കും പോകാം. അപ്പം ലോകോത്തര മാതൃകയായ ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനത്തെ കലാപകലുഷിതമാക്കിയ CPM ഇപ്പം നടത്തുന്ന ഈ സംഗമം അതുകൊണ്ട് തന്നെ ജനങ്ങളോടുള്ള കബളിപ്പിക്കലാണ്, വിശ്വാസികളോടുള്ള വഞ്ചനയാണ്. ആ വഞ്ചന ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടും. അല്ലേ, പോകുമെന്ന് ആരാ പറഞ്ഞേ? ആരും പോകുമെന്ന് പറഞ്ഞിട്ടില്ല. ആരും പോകുമെന്ന് ഇന്നലെ UDF എടുത്ത ഞങ്ങളെല്ലാം കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഗവൺമെൻറ്റിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ ഈ നിലപാടെന്താണ്? എന്താണ് ഈ പ്രിവിലേജ്ഡ് ക്ലാസ്? അതെന്താണ്? ഇവിടെ അഫിഡവിറ്റ് തിരുത്തുമോ? നിങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ്. ഗവൺമെൻറ് പറയട്ടെ. അതെ, ഇത് ബഹിഷ്കരിക്കുകയില്ല എന്നുള്ളതല്ല. ഇത് എന്താ പോലെ നമ്മുടെ ഒരു പാർട്ടി പരിപാടിയോ അല്ലെങ്കിൽ ഒന്നും അല്ലല്ലോ. ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ശബരിമലയോട് അനാദരവ് കാട്ടിയ ഒരു ഗവൺമെൻറ്റാണ്, ഒരു മുഖ്യമന്ത്രിയാണ്. അവിടുത്തെ കാര്യങ്ങളിൽ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഗവൺമെൻറ്റാണ്. ആ വ്രണപ്പെടുത്തിയ നടപടി പിൻവലി. ഇപ്പോൾ എൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും പേര് കേസുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മരിച്ച ശേഷം ഹൈക്കോടതി റാന്നി കോടതിയിലായിരുന്നു ഞങ്ങളുടെ കേസ്. എൻ്റെ പേര് ഞങ്ങൾ പമ്പ വരെ ചെന്നു എന്നുള്ളതാണ്. അവിടെ മാർഗ്ഗതടസ്സം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞുള്ള കേസായിരുന്നു. ഞങ്ങളാരോടും പിൻവലിക്കാനൊന്നും ആവശ്യപ്പെട്ടില്ല. കോടതി തന്നെ കണ്ടെത്തി ഇതിനകത്ത് യാതൊരു സാങ്കത്യവുമില്ല, ഈ കേസ് നിലനിൽക്കില്ല എന്ന് റാന്നി കോടതി തന്നെ കണ്ടെത്തിയതാണ്. ആണെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടുണ്ടോ ഈ ഭാഗമാകുമെന്ന്? ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് രാഷ്ട്രീയമായ സ്റ്റണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അത് പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ പറഞ്ഞ കാര്യമല്ലേ? ഞങ്ങൾ പറയുന്നത് ഇത് നടത്തുന്നവരുടെ ഉദ്ദേശശുദ്ധിയാണ്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ് പങ്കെടുക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു? ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ 3-4 കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. ആ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ് മറുപടി പറയണം. നാമദേവ ഘോഷയാത്ര നടത്തിയ ആയിരക്കണക്കിന് ആളുകളുടെ കേസുണ്ട്. എൻ്റെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ കേസുണ്ടായിരുന്നു. ഞങ്ങളാരും ആവശ്യപ്പെട്ടില്ല പിൻവലിക്കണമെന്ന്. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. അത് വേറെ. അത് അവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മതസംഘടനകൾക്കും അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ശബരിമലയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും NSS ഏത് കാലത്തും ഒരു നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ്.
ആ ശബരിമലയുടെ കാര്യത്തിൽ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ നാമധേയ ഘോഷയാത്രയ്ക്ക് ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത NSS ആണ്. അപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ അവർക്കൊരു തീരുമാനം എപ്പോഴും ഉള്ളതാണ്. അതിനൊന്നും ഞങ്ങളാരും ചോദ്യം ചെയ്യുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ പാവപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും പേര് കേസെടുത്തിരിക്കുന്നു. എത്ര വർഷമായി ഈ കേസ് പിൻവലിച്ചോ? ഉമ്മൻചാണ്ടിയുടെ എൻ്റെയും പേരിലുള്ള കേസ് റാന്നി കോടതി സ്വയം പരിശോധിച്ച ശേഷമാണ് ഇതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളുടെ പേര് കേസുണ്ട്. അത് പിൻവലിച്ചിട്ടില്ലല്ലോ. അഫിഡവിറ്റ് പിൻവലിച്ചിട്ടില്ലല്ലോ. ഈ പ്രിവിലേജ്ഡ് ക്ലാസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വ്യക്തമാക്കണ്ടേ? അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുന്നത്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. ഇന്നലെ ദേവസ്വം മന്ത്രി അതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞില്ലേ? ദേവസ്വം മന്ത്രി എന്താ പറഞ്ഞത്? അത് വേറെ ഇത് വേറെ. അതെങ്ങനെയാവുന്നത്? ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തിയ ആളുകൾ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറയുന്നുണ്ടോ? അവർ ജനങ്ങളോട് പശ്ചാത്തലം ഇന്ന് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇപ്പോഴും തൻ്റെ നിലപാടിൽ അദ്ദേഹം അന്നത്തെ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആ വ്യക്തിയാണ് ഇവിടെ ശബരിമല ആഗോള സംഗമം നടത്തുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ജനങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാം. അതെ അതെ സമരത്തിൽ എല്ലാ യൂത്ത് മാത്രമല്ല കോൺഗ്രസ്സുകാർ മൊത്തം ഉണ്ടാവും. കാരണം ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനോട് ഇത്രയും വലിയ ക്രൂരത കാട്ടിയ സാഹചര്യത്തിൽ അത് സമരം കോൺഗ്രസ് തന്നെ, അത് KPC പ്രസിഡന്റ് ഇന്ന് ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അത് പ്രഖ്യാപിക്കും. അല്ല, അതെല്ലാം പാർട്ടി ഒരു തീരുമാനം ആ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പറയേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല. ഞങ്ങൾ അത്തരത്തിലൊരു നിലപാട് KPCC പ്രസിഡന്റ് ആ കാര്യത്തിലൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.